പമ്പയിൽ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനൊരുങ്ങുന്ന സർക്കാരിന് ഭക്തരോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ. ശരണം വിളിച്ച അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകളൊന്നും പിൻവലിക്കാതെ അയ്യപ്പ ഭക്തരെ സംഗമം നടത്തുന്നത് കാപട്യമാണ്. സർക്കാരിന് അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഭരണഘടനാപരമായ അവകാശമില്ലെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ഇന്നും ഇപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ, ഈ 2006 മുതൽ ഈ ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും തുടരെ എടുത്തുകൊണ്ടിരിക്കുന്ന ശബരിമല യുവതീ പ്രവേശന അനുകൂലമായൊരു നയം ഇന്നും തുടരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുപ്രീം കോടതിയിൽ അവർ കൊടുത്തതിന് സത്യവാങ്മൂലത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അവർക്ക് യഥാർത്ഥ ഭക്തനോടൊപ്പമാണ്, അതല്ലെങ്കിൽ ശബരിമല വിശ്വാസത്തെ സംരക്ഷിക്കണം, അതല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായ ഒരു നടപടിയാണ് അങ്ങനെങ്കിലും തീരുമാനിക്കുന്നതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആദ്യം ചെയ്യേണ്ടത് ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം മാറ്റി ഈ യുവതീ പ്രവേശനത്തിനെതിരാണെന്നും അവിടെ യുവതീ പ്രവേശനം പോലുള്ള കാര്യങ്ങൾ നടന്നാൽ അത് വിശ്വാസ ലംഘനമാകുമെന്നും അതിനൊരിക്കലും ഞങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോടതിയുടെ ഈ വിഷയം പരിഗണിക്കുമ്പോൾ അത് ഭക്തജനങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ അതേപോലെ സത്യവാങ്മൂലം ദേവസ്വം ബോർഡും കൊടുക്കണം. അതായത് നമുക്കറിയാം, ഈ സി എ വിരുദ്ധ സമരമൊക്കെ നടന്ന സമയത്ത് അന്ന് പല വിഭാഗങ്ങളുടെ പേര് കേസൊക്കെ വന്നപ്പോൾ അവരെ കേസിൽ നിന്ന് ഒഴിവാക്കണമായിരുന്നു. അപ്പോൾ അവരെ മാത്രമായിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ശബരിമലയിൽ പ്രക്ഷോഭത്തിൽ ഉണ്ടായിരുന്ന ആളുടെ പ്രക്ഷോഭത്തിനെതിരെ എടുത്ത കേസുകളും പിൻവലിക്കും എന്ന് കേരള സർക്കാർ തീരുമാനിച്ചു. നമുക്കൊക്കെ അറിയാം, പത്രമാധ്യമം വന്നാണ്. പക്ഷേ ഇന്നേ ദിവസം വരെ അത്തരത്തിൽ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല. കോതമംഗലത്തെ ലവ് ജിഹാദ് കേസിൽ പോലീസ് കാട്ടിയത് ഗുരുതര അലംഭാവം. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണമുണ്ടായിട്ടും റമീസിനെ പോലീസ് പിടികൂടിയില്ല. റമീസ് ക്രൂരത തുടർന്നത് ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സോന എൽദോസ് എന്ന TTC വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചത്. റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചു. വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചെന്നും സോനയുടെ കുടുംബം ആരോപിച്ചു.